ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ സ്പ്ലെൻഡർ വണ്ടി ജന സർവീസായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനൊക്കെ നമുക്ക് അത്യാവശ്യം ക്ലീൻ ചെയ്ത് ഇടാനുണ്ട്, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ചെയിൻ്റെ സൈഡിൽ നിന്ന് സൗണ്ട് ഉണ്ടായിരുന്നു. ഈ ഒരു സർവീസും കൂടി നമുക്ക് അത് ചെയിൻ ടൈറ്റ് ചെയ്യാനായിട്ട് കിട്ടും, അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അടുത്ത സർവീസിൽ എന്തെങ്കിലും നമുക്ക് ചെയിൻ മാറ്റേണ്ടി വരും കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ ഒന്നും കുഴപ്പമില്ല, നല്ല ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റീസെറ്റ് ആക്കിയാൽ മതി. നമുക്ക് ഈ സൈഡ് സ്റ്റാൻഡിൻ്റെ ഇവിടുത്തെ നെട്ടൊക്കെ ഉള്ളിൽ നിന്ന് ചാടി പോയിട്ടുണ്ട്, അത് സ്റ്റോപ്പർ നട്ട്. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്യുന്നതിന് അതിൻ്റെ ഉള്ളിൽ നെട്ട് ഒരെണ്ണം സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ നമുക്ക് വണ്ടി ഇടയ്ക്ക് ഒരു ചെറിയൊരു മിസ്സിങ് പോലെ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ഇഗ്നിഷൻ സ്വിച്ചിൻ്റെ ലൂസ് കോൺടാക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് ഇട്ടാൽ. അതുകൂടി നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് വീലും കൂടി ഒന്ന് അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്യും കേട്ടോ. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗമൊക്കെ ആയാലും പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ആക്കി തരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല പ്ലഗ്ഗാണ്. അടുത്ത സർവീസിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ പ്രോബ്ലം തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ നമുക്ക് ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ ആയാലും ബാറ്ററി നമുക്ക് ഇരിക്കുന്ന പുതിയ ബാറ്ററിയാണ്, 2024 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. ബാറ്ററി കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആയിട്ടേ കാണിക്കുള്ളൂ, ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ സർവീസിൽ നമുക്ക് അതും കൂടി ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമ്മൾ ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അതേപോലെ തന്നെ ചെയിൻ കാര്യങ്ങളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് തരുന്നുണ്ട്. ബ്രേക്ക് ലൈനർ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. ഗ്രീഷൻ സ്വിച്ചൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് ഇടാം കേട്ടോ. ഒന്ന് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.